ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാകുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കും. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ പരസ്യമായി സംരക്ഷിച്ചതിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രസ്താവനകൾ സർക്കാരിനെ വെട്ടിലാക്കി എന്നാണ് വിലയിരുത്തൽ. റോഷിപാൽ തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തുടരുന്നത്. റോഷിപാൽ, മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നുള്ള സമ്മർദ്ദം അത് ശക്തമായി കൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം സജി ചെറിയാന്റെ പല പ്രതികരണങ്ങളും ഇത്തരത്തിൽ കൃത്യമായിട്ട് ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഇപ്പോൾ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം മറ്റ് 2 രാജികൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും സജി ചെറിയാനെതിരെയുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സജി ചെറിയാൻ സ്വീകരിച്ച നിലപാടുകളാണ് പ്രതിപക്ഷം മന്ത്രിക്കെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ റിപ്പോർട്ടിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആർക്കാണ് ഇത്ര തിരക്ക് എന്നായിരുന്നു നേരത്തെ ചോദിച്ചത്. പിന്നീട് വിവരാവകാശ കമ്മീഷണർ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ടപ്പോൾ തന്നെ അതിലൊരു കള്ളക്കളി കളിക്കാൻ ഈ മന്ത്രിയുടെ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായിട്ടുണ്ട്. കാരണം നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിലും റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. റിപ്പോർട്ട് പുറത്തുവിടുമെന്ന പറഞ്ഞ സമയം അല്ലെങ്കിൽ ആ ദിവസം വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല, ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് കേരളം കണ്ടതാണ്. അതിനുശേഷം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ 11 പാരഗ്രാഫുകൾ 5 പേജുകൾ ചട്ടവിരുദ്ധമായി പൂഴ്ത്തിവെച്ചതും സാംസ്കാരിക വകുപ്പ് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്നത്. ഇടയിൽ സംവിധായകൻ അക്കാദമി ചെയർമാൻ കൂടിയായിരുന്ന രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വനിത ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങളിൽ രഞ്ജിത്തിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന മന്ത്രി നടത്തിയതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതൃപ്തിയുണ്ട്. CPIM-ലും ഇത് വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രക്ഷോഭത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്നത്. ഏതായാലും അടുത്ത ദിവസം മുതൽ പ്രതിപക്ഷം കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മന്ത്രിക്കെതിരെ രംഗത്ത് വരും. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ മേഖലയിലും സിനിമാ മേഖലയിലും ഉണ്ടാക്കിയ പൊട്ടിത്തെറി, അതിൻ്റെ ചലനങ്ങൾ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സർക്കാരിന് തന്നെയാണ്. സർക്കാരിനെയാണ് കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. അക്കാദമി ചെയർമാൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇനി മന്ത്രിയുടെ രാജി ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രതിപക്ഷം കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കുന്നതും. അതായത് 2 പേരുടെ രാജിയിൽ അവസാനിക്കില്ല, ഈ മന്ത്രി സജി ചെറിയാൻ കൂടി രാജിവെക്കേണ്ടി വരും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. ഇതിൽ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണങ്ങളിൽ എന്നുള്ളതാണ്. ആ അതൃപ്തി തന്നെയാണ് ഒരു പക്ഷേ രഞ്ജിത്തിന്റെ അടക്കമുള്ള രാജിയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്തതല്ലേ? സജി ചെറിയാൻ രഞ്ജിത്തിനെ കൃത്യമായി സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാമത്തത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടികൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആർക്കാണ് ഇത്ര തിരക്ക് എന്നുള്ള രീതിയിലുള്ള ചോദ്യം, ഒരു പരിഹാസ രൂപേണയുള്ള ചോദ്യങ്ങൾ മന്ത്രി ഉയർത്തി. പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഉയർത്തിയ കാര്യങ്ങൾ പലതും തെറ്റായ ന്യായീകരണങ്ങൾ മന്ത്രി ഉയർത്തി. റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ പൂഴ്ത്തി എന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ അതിന് മന്ത്രിയുടെ പ്രതികരണം, അതിന് ഉത്തരവാദി സാംസ്കാരിക വകുപ്പല്ല, അതിന് സർക്കാരുമായി ബന്ധമില്ല, അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്, അത് തൻ്റെ വകുപ്പുമായി ബന്ധമില്ല എന്ന രീതിയിലാണ്. പക്ഷേ സാംസ്കാരിക വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. ആ കാര്യം മറച്ചു വെച്ചായിരുന്നു മന്ത്രിയുടെ ആ ഘട്ടത്തിലെ പ്രതികരണം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊക്കെ പ്രതിപക്ഷം കൃത്യമായി ആയുധമാക്കുന്നത്. ഇതിലൊക്കെ മന്ത്രിക്ക് ഒരു അവ്യക്തതയുണ്ടായിരുന്നു. മന്ത്രിയുടെ പ്രതികരണങ്ങളിൽ അവ്യക്തത അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒന്നുകിൽ മന്ത്രിയെ ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രി ബോധപൂർവം തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത്. ഏതായാലും രണ്ടായാലും ഇതിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടുമുണ്ടാകുന്നത്, അതിൻ്റെ പ്രതിക്കൂട്ടിലാകുന്നത് മന്ത്രി സജി ചെറിയാൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി സജി ചെറിയാനെ പ്രതിക്കൂട്ടിൽ നിർത്തി സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ ആയുധമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആയുധശാലയിൽ ഉണ്ടാക്കി വരുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ ശക്തമായ സമരമുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും പ്രതിപക്ഷം നടത്തും. അപ്പോൾ സർക്കാർ അല്ലെങ്കിൽ CPM ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. ഇനിയും ഒട്ടേറെ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന കാര്യത്തിൽ CPM വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും.
റോഷിബൽ, നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരായ നടപടിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്ന ഒരു ഘട്ടമുണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുകേഷിനെതിരെ, മന്ത്രിസഭയിൽ തന്നെ ഒരു MLA മുകേഷിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു. സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരെയും ഇപ്പോൾ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഈ CPIM കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് വേണ്ടേ റോഷിബൽ നാം മനസ്സിലാക്കാൻ? ഇതിൽ അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് മാത്രമല്ല ഈ സർക്കാർ അല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്നത്. തുടക്കം മുതൽ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനകൾ പാർട്ടിയെ കുരുക്കിലാക്കിയിട്ടുണ്ട്. അതിനൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം പൂർത്തിയെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ അത് കൃത്യമായി പ്രതിരോധിക്കാനും സർക്കാരിന് സാധിച്ചില്ല. അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 1.5 മാസത്തിന് ശേഷം നൽകിയ കമ്മിറ്റി അധ്യക്ഷ ജസ്റ്റിസ് ഹേമയുടെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നതാണ്. പക്ഷേ റിപ്പോർട്ട് 2019 ഡിസംബർ 31 സർക്കാരിന് സമർപ്പിച്ചപ്പോൾ ഏതാണ്ട് ആ സമയത്ത് തന്നെ പരിശോധിച്ച് അത് പുറത്തുവിടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ അത് പരിശോധിക്കാതെ അത് ഇരുട്ടുമുറിയിൽ വെച്ച് 1.5 മാസം കാത്തിരുന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ ഒരു കത്ത് വാങ്ങി അവിടെ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്ന ഒരു സാഹചര്യം. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാരിന് വൈമനസ്യം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ടാണ് പ്രതിപക്ഷം ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ അതിൻ്റെ നിയമസാധുത, ആ കമ്മിറ്റിയുടെ നിയമസാധുത നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തത് എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. ഏതായാലും സ്വകാര്യത ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് 4.5 വർഷക്കാലം പൂഴ്ത്തിവെച്ചതിനെ അടക്കം പ്രതിപക്ഷം ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുമ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയമപരമായ നടപടിക്ക്, ഒരു കൃത്യമായ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്ന ഒരു മറുചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സർക്കാരിന് ന്യായീകരിക്കാൻ കഴിയുന്ന ഏക കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ് ഈ വിഷയം, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളത്. അതുകൊണ്ട് കോടതി തീരുമാനമെടുക്കട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻവിധിയില്ല എന്ന രീതിയിൽ പ്രതികരിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ഇതൊന്നും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇത് അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് വരികയും ചെയ്യും. ആ ഘട്ടത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ഇപ്പോൾ പുതുതായി പൊതു ഇടത്തിൽ ഉയർന്ന ആരോപണങ്ങൾ, പരസ്യമായി വന്ന വെളിപ്പെടുത്തലുകൾ, അത് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ, പ്രത്യേക സംഘത്തെ നിശ്ചയിച്ചത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമായി സർക്കാർ പ്രചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കുക. ഇന്നലെ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പുതിയ പോലീസ് സംഘം, 7-അംഗ പോലീസ് സംഘം, ആ സംഘം ഈ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്ന വിഷയമായിരിക്കും. ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങൾ വന്നാൽ ഈ സംഘം തന്നെ അന്വേഷിക്കും. പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഇപ്പോഴും സർക്കാർ തയ്യാറാകുന്നില്ല.